ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് പ്രോബ്ലം റിലേറ്റഡ് ടു വർക്ക് ആൻഡ് ടൈം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days, ബി ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 3 days. ഹൗ ലോങ് വുഡ് ബോത്ത് ഓഫ് ദം ടേക്ക് ടു ഡു ദി സെയിം വർക്ക്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ പറയുന്നതിന് മുന്നേ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അതൊന്ന് പറയാം. ഇപ്പോൾ എ പറഞ്ഞൊരു വ്യക്തി n ഡേയ്സും കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ, അപ്പോൾ ആ വ്യക്തിയുടെ 1 day വർക്ക് ഓഫ് എ പറയണത് 1/n ആയിരിക്കും. ആ ഡിനോമിനേറ്ററിലുള്ള n ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ഈ ക്വസ്റ്റ്യൻ്റെ. ഇപ്പോൾ എ പറഞ്ഞൊരു വ്യക്തി 6 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി. വേറൊരു വ്യക്തി അതേ വർക്ക് 3 ഡേയ്സും കൊണ്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ 2 പേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസറിലേക്ക് കിടക്കാം. 1 day വർക്ക് ഓഫ് എ. വൺ ഡേ വർക്ക് ഓഫ് എ പറയുമ്പോൾ ഈക്വൽ ടു 1/6. ഇനി വൺ ഡേ വർക്ക് ഓഫ് ബി ഈക്വൽ ടു 1/3. അപ്പോൾ എ പ്ലസ് ബീൻ്റെ 1 day വർക്ക് ഈക്വൽ ടു 1/6 പ്ലസ് 1/3 ഈക്വൽ ടു അത് 1/2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ അപ്പോൾ 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ആൻസർ 2 days ആണ്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി അണ്ടർടേക്ക് ടു ഡു എ പീസ് ഓഫ് വർക്ക് ഫോർ ₹450. A can do it in 20 days and B can do it in 40 days. With the help of C, they finish it in 8 days. How much should C be paid for his contribution? A 20 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും. ബി അതേ വർക്ക് 40 days എടുക്കും. അപ്പോൾ എയും ബിയും ₹450 ആ വർക്ക് എടുത്തത്. അപ്പോൾ സീൻ്റെ സഹായത്തോടു കൂടി അവർ 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ സീന് കിട്ടാനുള്ള റുപ്പീസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി ആൻസർ അതിൻ്റെ 1 day വർക്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 1/20. 1 day വർക്ക് ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/40. ഇനി 1 day മൂന്ന് ആൾക്കാരുടെയും ഒരു ദിവസത്തെ വർക്ക്, അതായത് 1/20 പ്ലസ് 1/40 പ്ലസ് 1/C ഈസ് ഈക്വൽ ടു 1/8. അതാണ് 8 days എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് പറഞ്ഞാൽ 1/8 3 പേരുടെ. അപ്പോൾ ഈ 1/C പറയണത് 1 day വർക്ക് ഓഫ് സി ആണ്. അപ്പോൾ നമുക്കിനി 1/C കണ്ടുപിടിക്കാം. 1/C 1/8 minus 1/20 plus 1/40.
1/c ഈസ് ഈക്വൽ ടു 1/20. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വർക്ക്. അപ്പോൾ ഫോർ 8 days ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1/20 ഈസ് ഈക്വൽ ടു 8/20. അപ്പോൾ സീന് കിട്ടാനുള്ള റുപ്പീസ് പറയുമ്പോൾ 8/20 ആണ് 8 ദിവസത്തിൻ്റെ വർക്ക്. അപ്പോൾ 8/20 ഓഫ് 450 ഈസ് ഈക്വൽ ടു റുപ്പീസ് 180. ഇതായിരിക്കും. അപ്പോൾ റുപ്പീസ് 180 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സീന് കിട്ടാനുള്ള റുപ്പീസ് പറയണത് 180 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 pipes can fill a tank in 8 hours and 12 hours respectively, whereas an escape pipe can empty it in 6 hours. If the 3 pipes are opened at 1 pm, 2 pm, 3 pm respectively, at what time will the tank be filled? ഇപ്പോൾ ഫസ്റ്റ് പൈപ്പ് 8 hours എടുത്തു ആ ടാങ്ക് ഫില്ലാക്കാൻ. സെക്കൻഡ് പൈപ്പ് 12 hours എടുത്തു. അപ്പോൾ തേർഡ് പൈപ്പ് എം ടി ആക്കാൻ 6 hours എടുത്തു. അപ്പോൾ 1 PM ഫസ്റ്റ് പൈപ്പ് ഓപ്പൺ ചെയ്തു, 2 PM സെക്കൻഡ് പൈപ്പ് ഓപ്പൺ ചെയ്തു, 3 PM തേർഡ് പൈപ്പും കൂടി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഏത് ടൈമിലാണ് ആ ടാങ്ക് ഫില്ലാക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് പൈപ്പ് 1/8 പോർഷൻ പെർ അവറിൽ ഫില്ലാക്കും. ഇനി സെക്കൻഡ് പൈപ്പ് 1/12 പോർഷൻ ഫില്ലാക്കുക ടാങ്കിന്. ഇനി തേർഡ് പൈപ്പ് 1/6 പോർഷൻ എം ടി ആക്കും. അപ്പോൾ അറ്റ് 1 PM ഫസ്റ്റ് പൈപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ 1/8 പോർഷൻ ആ ടാങ്കിൻ്റെ ഫില്ലായി. ഇനി 2 PM ഇത് 1 PM ടു 2 PM ആണ്. ഇത് ഇവിടെ 2 PM മുതൽ 3 PM. അപ്പോൾ എത്ര പോർഷൻ ഫില്ലാക്കി? 1/8 പ്ലസ് ഫസ്റ്റ് പൈപ്പ് ഇപ്പോഴും ഓപ്പൺ ആണ്, അതാണ് 1/8 പ്ലസ് 1/12 ഈസിക്കൽ 1/12. അപ്പോൾ 1 PM മുതൽ 1/8 പ്ലസ് 1/12 പോർഷൻ 2 PM ടു 3 PM വരെ ഫില്ലാക്കി. ഇനി 1 PM അപ്പോൾ ടോട്ടൽ 1 PM ടു 3 PM വരെ എത്ര പോർഷൻ ഫില്ലാക്കും? 1/8. ഇത് 2 ഹവേഴ്സിൻ്റെയും കൂടി സമ്മാണ്. 1/3 പോർഷൻ ഫില്ലായി. 3 PM വരെ 1/3 പോർഷൻ ഫില്ലാക്കി. ഇനി നമുക്ക് ബാക്കി എത്ര പോർഷൻ ഫില്ലാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ബാക്കി എത്ര പോർഷൻ ഫില്ലാക്കാൻ ഇനി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 1 മൈനസ് 1/3 ഈസ് ഈക്വൽ ടു 2/3 പോർഷൻ. ഇനി നമുക്ക് 3 PM മുതൽ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇനി 3 പൈപ്പും ഓപ്പൺ ചെയ്ത എത്ര അവറും കൊണ്ട് ആ ടാങ്ക് ഫില്ലാക്കുന്നത് നോക്കാം. 1/8 പ്ലസ് 1/12 മൈനസ് 1/6 ആണ്. കാരണം മൈനസ് പറയുമ്പോൾ അത് എം ടി ആക്കാനുള്ള പൈപ്പാണ് തേർഡ് പൈപ്പ്. അപ്പോൾ 1/6 പോർഷൻ ഈസ് ഈക്വൽ ടു 1/24. അപ്പോൾ നമുക്കറിയാം ഒരു ടാങ്ക് ഫുള്ളാക്കാൻ
24 അവർ എടുത്തു ഒരു ടാങ്ക് ഫുള്ളാക്കാൻ. അപ്പോൾ 3 PM മുതൽ 3 പൈപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ 2/3 പോർഷനാണ് ഇനി 3 PM മുതൽ കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പോൾ ഒരു ടാങ്ക് ഫുള്ളാക്കാൻ 3 പൈപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ 24 അവർ കൊണ്ട് ആ ടാങ്ക് ഫുള്ളാക്കി. അപ്പോൾ ഇനി 2/3 പോർഷൻ ഫില്ലാക്കാനുണ്ട്. അപ്പോൾ ഒരു ടാങ്ക് ഫുള്ളാക്കാൻ 24 അവർ എടുത്താൽ 2/3 പോർഷൻ ഫുള്ളാക്കാൻ എത്ര അവർ എടുക്കും? 16 അവർ എടുക്കും. അപ്പോൾ 1 PM മുതൽ അപ്പോൾ ടോട്ടൽ അവർ 60 പ്ലസ് 2 പറയണത് 1 PM മുതൽ 3 PM ഉള്ള, അപ്പോൾ 18 അവറാണ് ടോട്ടൽ അവർ. അപ്പോൾ 1 PM മുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 7 AM ആ ടാങ്ക് ഫുള്ളായിരിക്കുക. അപ്പോൾ ആൻസർ 7 AM ആണ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തീർന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.